ആദിമ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്ന മനോഭാവം നാം ഇങ്ങനെ വായിച്ചു കേൾക്കുന്നുണ്ട്. ഈ ആശയത്തിൽ രൂപം കൊണ്ട ചെറു സമൂഹങ്ങളാണ് DCCകൾ. വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. അവൻ തന്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. എന്നാൽ നല്ലിടയനായ ക്രിസ്തു തന്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു. ഇടയന്റെ സ്വരം ശ്രവിക്കാനുള്ള വൈഭവം ആടുകൾക്ക്. അല്ലെങ്കിൽ കാവൽക്കാരായ ഇടയന്മാരെയും രണ്ടാമത്തത് നല്ലിടയനെ. അപ്പോൾ ഇതിൽ കൂലിക്കാരായ ഇടയന്മാരെപ്പോഴും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടുള്ളവരാണ്. ഒരു നല്ല ഇടയനെ സംബന്ധിച്ച് ഈശോയെ ഉദാഹരണമായി എടുക്കാം. കോർഡിനേറ്റർ തേരാജവകൾ, സഹോദരി സഹോദരങ്ങളെ, ക്രിസ്റ്റഫർ എന്ന വിശുദ്ധന്റെ നാമവിധേയത്തിൽ അറിയപ്പെടുന്ന ഈ യൂണിറ്റിന് 219ാമത്തെ മീറ്റിംഗ് ആണ് ഈ വേദിയിൽ നടക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന്, ഭാരവാഹികൾ ഉത്തമ കത്തോലിക്കരായിരിക്കണം. അവര് ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നവരും മാതൃകാപരമായ ജീവിതത്തിന്റെ ഉടമകളും സഭയോടും സഭാ നേതൃത്വത്തോട് ആദരവും ഉള്ളവരായിരിക്കണം. ഞാൻ ഈ 2 യൂണിറ്റിലും നേരത്തെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ വന്നിട്ടുള്ളതാണ്. അന്ന് തൊട്ട് കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന 2 യൂണിറ്റുകളാണ്. ശ്രദ്ധിച്ചു, എല്ലാവരും സഹകരിച്ചു പോകുന്നവരാണ്. എല്ലാവരും അത് അംഗീകരിക്കുന്നു. ഒരു കുടുംബം പോലെ പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ശുശ്രൂഷയുടെ ഒരു അതിന്റെ ലക്ഷ്യം. അത് തന്നെയാണ്, എല്ലാവരും കൂട്ടിയിണക്കി ഒരുമിപ്പിച്ച് യോജിപ്പിച്ച് എല്ലാ കാര്യങ്ങളും കുറവ് കൂടാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈശോയുടെ സുവിശേഷ ശുശ്രൂഷയിൽ വളർച്ച എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ ഇതിനകത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതെ, നിങ്ങൾ വളരണം. അതുപോലെ ഇടയന് ആടിന്റെ മണം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നവരാണ്. അപ്പൊ ഇത് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം. പേര് ചൊല്ലി വിളിക്കാൻ കഴിയണം. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥാദിനെ ഞാൻ കണ്ടു.
കരുണയായി കടലിലും കണ്ടു, അചലമായി തിരയിലും കണ്ടു.